ഹായ്, നമസ്കാരം. ഇന്ന് എൻ്റെ ഒരു പരിചയക്കാരി എന്നോട് പങ്കുവച്ച ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതിലെ വൈഫാണ് എന്നോട് വന്ന് കാര്യങ്ങൾ പറയുന്നത്. ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അതിലൊരിത്തിരി സൗണ്ട് പൊങ്ങിപ്പോയി. ഒച്ചയായപ്പോൾ അത് കൂടെ ഉണ്ടായിരുന്ന മദർ ഇൻ ലോ കേട്ടു. മദർ ഇൻ ലോ അത് അവരുടെ സഹോദരനെ അറിയിച്ചു. ആ സഹോദരൻ ഓടി വന്നു. ഇവർ 3 പേരും, ഈ വൈഫിനെ ഉൾപ്പെടുത്താതെ ഈ 3 പേരും, ആ സഹോദരനും മദർ ഇൻ ലോയും ഹസ്ബൻഡും തമ്മിലിരുന്ന് വർത്തമാനം പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവര് ഈ വൈഫിന്റെ, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വിവരം അറിയിച്ചു. ഇവിടെ വലിയ പ്രശ്നമാണ്, ഓടി വരാൻ പറഞ്ഞു. അതേപോലെ തന്നെ അത് മാത്രമല്ല, അവർ ബാക്കിയുള്ള കുറച്ച് റിലേറ്റീവ്സിനെയും കൂടെ വിളിച്ചിട്ട് ഒരു പഞ്ചായത്തിലെ ആൾക്കാർ ആ വീട്ടിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് വന്നു. പക്ഷേ ഫലം എന്ന് പറയുന്നത് ഇവരെല്ലാവരും സംസാരിച്ച് ആ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആക്കുകയല്ലാതെ അതിലൊരു സൊല്യൂഷൻ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ ഇത് ശരിയല്ല അത് ശരിയല്ല എന്നുള്ള പറച്ചിലുകളും അങ്ങനെ നീണ്ടുപോയി. ഇവരെല്ലാവരും പോയി. പക്ഷേ ആ ഹസ്ബൻഡും വൈഫും തമ്മിൽ മിണ്ടാതായി. ആകെ ആ വീട്ടിൽ പ്രശ്നം ഗുരുതരം. അപ്പോഴാണ് ഇതെന്നോട് ഷെയർ ചെയ്തത്. ഞാനൊരു കൗൺസിലറുടെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്തു. അത് സോൾവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്താണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ സംഭവിക്കുന്നത്? ശരിക്കും നമ്മളെല്ലാവരും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരെയും അറിയിക്കാതെ അതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കും. ഇനി അത് അറിയിക്കേണ്ടതായിട്ടുള്ള വലിയ പ്രശ്നങ്ങളാണെങ്കിൽ തന്നെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റിലേഷൻസിനെ നമ്മൾ അറിഞ്ഞിരിക്കുക. ആർക്കാണ് അങ്ങനെ ഒരു പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉള്ളത്? നമ്മൾ അത്രയും നാളുള്ള നമ്മുടെ കോണ്ടാക്ട് വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും ഒരു റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ പെരുമാറുക എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് വേണം ഇത് പറയണോ വേണ്ടയോ എന്ന് ചിന്തിക്കാനായിട്ട്. അതിലുണ്ടാകുന്ന ഒരു ഇമോഷന്റെ പേരിൽ നമ്മൾ നമ്മുടെ തന്നെ കുടുംബത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യാതെ ഇത് ആരോടാണ് പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം. ഇനി എങ്ങാനും ഏതൊരു സാഹചര്യത്തിലും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സാധാരണ ഉണ്ടാകാറുള്ളത്, ഹസ്ബൻഡിന്റെ വീട്ടുകാർ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്ത് പറയും, വൈഫിന്റെ വീട്ടുകാർ വൈഫിനെ സപ്പോർട്ട് ചെയ്ത് പറയും. സാധാരണ ഒരു നല്ലൊരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് ന്യൂട്രലായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. രണ്ട് വശവും ഒരുപോലെ കേട്ട് എവിടെയും ക്രിട്ടിസൈസ് ചെയ്യാതെ ന്യൂട്രലായിട്ട് നിന്നിട്ട് നമ്മൾ പ്രശ്നങ്ങൾ ഫസ്റ്റ് ലിസൺ ചെയ്യണം. അങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെയൊന്നും ചെയ്യാതെ അവിടെ സംഭവിച്ചത് അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി അതിൽ പ്രശ്നത്തെ വളരെ അവർ തമ്മിൽ അകന്നു പോകുന്ന രീതിയിൽ പ്രശ്നമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? പല ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരെല്ലാം അവരവരുടെ റോളുകൾ അവിടെ ഭംഗിയായി ചെയ്തു. പക്ഷെ പ്രോബ്ലം ഒന്നും സോൾവ് ചെയ്തില്ല. സോ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ഒരു സ്കിറ്റൊന്നുമല്ല. എല്ലാവരെയും വിളിച്ചു കൂട്ടി അവരവരുടെ റോളും അവരവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കി എല്ലാവർക്കും കണ്ട് രസിക്കാനുള്ള ഒരു സ്കിറ്റ് അല്ല ഈ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു സ്കില്ലാണ്. അത് അറിയുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. സോ പ്രോബ്ലം സോൾവിങ് ഈസ് നോട്ട് എ സ്കിറ്റ്, ഇറ്റ് ഈസ് എ സ്കിൽ. താങ്ക് യു.